സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു കിഡിലൻ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദേവമംഗലം വീട്ടിൽ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. നാളെ അനുവിന്റെ കല്യാണമാണ്. കല്യാണത്തിന്റെ തലേന്ന് രാത്രി തകൃതിയായിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അനു മാത്രം സങ്കടപ്പെട്ടിരിക്കുന്നു. എന്താണ് തന്റെ മുമ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ വലിയ ആശങ്കയിലും ഉത്കണ്ഠയിലുമാണ് അനു ആയിരിക്കുന്നത്. കാരണം അനുവിന്റെ വാട്സാപ്പിലേക്ക് ഒട്ടനവധി അശ്ലീല ചിത്രങ്ങൾ അലോക് അയച്ചു കൊടുത്തിരുന്നു. അലോകും അനുവും തമ്മിൽ ഒരുമിച്ചുള്ള നിമിഷങ്ങൾ, അതെല്ലാം മോർഫ് ചെയ്ത ഫോട്ടോകളാണ്. മോർഫ് ചെയ്തതാണ് എന്ന് അനുവിന് നന്നായിട്ട് അറിയാം. എന്നാൽ അലോകിന്റെ ഭീഷണി നാളെ നേരം വെളുക്കുമ്പോൾ ഈ ഫോട്ടോസ് നാട് മുഴുവൻ പ്രചരിക്കും. നിന്റെ ഏട്ടന്മാരും അച്ഛനും അമ്മയും മാത്രമല്ല, നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കനും നാട്ടുകാരും മുഴുവൻ കാണും നീ എങ്ങനെയുള്ളവളായിരുന്നുവെന്ന്, നിന്റെ പൂർവ്വ ചരിത്രം എന്തായിരുന്നുവെന്ന് നാട്ടുകാരെ മുഴുവൻ ഞാൻ അറിയിക്കും. നിന്നെ ഞാൻ ഇല്ലാതെയാക്കും. ഈ ഭീഷണിയാണ് അലോക് മുഴക്കിയിരിക്കുന്നത്. അലോക് ഈ ഫോട്ടോസ് അനുവിന്റെ ഫോണിലേക്ക് മാത്രമല്ല അയച്ചത്, ധർമ്മന്റെ ഭാര്യയുടെ ഫോണിലേക്കും അയച്ചു കൊടുത്തു. എന്നിട്ട് അവരെ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ സംസാരിപ്പിക്കുന്നത് അനുവിനോട്. രണ്ടും കൽപ്പിച്ച് ബാലനോടും ഗോമതിയോടും അനു ഈ വിഷയം സംസാരിക്കുവാൻ വേണ്ടി തയ്യാറായി. പക്ഷേ സാഹചര്യം അതിന് ഒത്തുവന്നില്ല. അതിനുശേഷം തന്റെ ആങ്ങളമാരോട് സംസാരിക്കുവാൻ വേണ്ടി പോകുമ്പോഴും അതിന് പറ്റിയ ഒരു അന്തരീക്ഷമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നിരാശയോടെ താൻ വീണ്ടും തന്റെ കിടക്കയിലേക്ക് പോവുകയാണ്. ഈ രാത്രി വെളുക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നറിയാതെ അനു വല്ലാത്ത പരിഭ്രമത്തിലാണ്. ഇതേസമയം കൃഷ്ണമംഗലത്ത് അച്യുതൻ അലോകുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അച്യുതൻ പറയുകയാണ്, എടാ, ബാലന്റെ മകളെ ഈ വീട്ടിൽ കൊണ്ടുവരണമെന്ന് നിന്നോട് ഞാൻ പലയാവർത്തി പറഞ്ഞതാണ്. നീ അവളെ പ്രേമിച്ചു, നീ അവളെ കുറെ നാൾ കൊണ്ടു നടന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടന്നില്ല. നിനക്കറിയാലോ, ഒന്നാമത് എന്റെ പെങ്ങളെ ആദ്യമായിട്ട് ബാലൻ കൊണ്ടുപോയി. പിന്നെ ബാലന്റെ മകൻ ആര്യൻ, അവൻ ഈ വീട്ടിൽ നിന്നും മിത്രയും കടത്തിക്കൊണ്ടുപോയി. പക്ഷേ ഇതിനെതിരെയൊന്നും ഒരു ചെറുവിരൽ അലക്കാൻ പോലും നമുക്ക് കഴിഞ്ഞില്ല. ഇതിനുള്ള മധുര പ്രതികാരമായിരുന്നു നിന്നോട് ഞാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. പക്ഷേ നാളെ അവളുടെ കല്യാണമാണ്. നിനക്ക് ഇതുവരെയും ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇതൊക്കെ കാണുമ്പോൾ പോയി തൂങ്ങിച്ചാകുന്നതാ നല്ലതെന്ന് നിന്നോട് പറയാൻ എനിക്ക് തോന്നുകയാണ്. ഇത് കേട്ടുകൊണ്ട് അലോക് പറയുന്നുണ്ട്, അച്ഛൻ ഇപ്പോഴും എന്നെ വേണ്ട തരത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. അവളെ കൊടുക്കുവാനുള്ള അവസാനത്തെ വജ്രായുധവും ഞാൻ പ്രയോഗിച്ചു കഴിഞ്ഞു. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ. നാളത്തെ ദിവസം ദേവമംഗലത്ത് ഏറ്റവും വലിയ കൂട്ടക്കരച്ചിൽ നടക്കും. അവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അതിനുള്ള കളികളൊക്കെ അച്ഛന്റെ മകൻ ചെയ്തിട്ടുണ്ട്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? എനിക്കിതൊക്കെ വിശ്വസിക്കാമോ? നീ എന്ത് കളികളാണ് കളിച്ചത് ഈ അവസാന നിമിഷത്തിൽ? അതൊക്കെ അച്ഛനെ ഞാൻ വഴിയെ പറഞ്ഞു മനസ്സിലാക്കാം. ഇപ്പോൾ അച്ഛൻ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ്. നാളത്തെ ദിവസം അവിടുത്തെ അലമുറയിട്ടുള്ള കരച്ചിൽ കേട്ടുകൊണ്ട് അച്ഛൻ ഉണർന്നാൽ മതി. അത് നാളെ പ്രഭാതത്തിൽ വ്യത്യസ്തതയുള്ള ഒരു അലാറമായിരിക്കട്ടെ. ഇത് പറഞ്ഞിട്ട് അലോക് തന്റെ മുറിയിലേക്ക് കയറി പോവുകയാണ്. തുടർന്ന് താൻ ചെയ്യുന്നത് തന്റെ ഫോൺ എടുത്ത് ധർമ്മന്റെ ഭാര്യയാണ് വിളിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇളയമ്മേ, ഞാൻ ഇപ്പോൾ വിളിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് അനുവിനെ കാണണം, അവളോട് സംസാരിക്കുകയും വേണം. അത് ഇളയമ്മ തന്നെ അവളോട് പറയണം. ഞാൻ പലയാവർത്തി അവളുടെ ഫോണിലേക്ക് ബന്ധപ്പെടുവാൻ ശ്രമിച്ചു. അവൾ ഫോൺ ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ എനിക്ക് അവളെ കണ്ടേ പറ്റൂ എന്ന് ഇളയമ്മ അവളോട് സംസാരിക്കണം. അലോകെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നാളെ അവളുടെ കല്യാണമാണ്. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഈ കുട്ടി എങ്ങനെയാണ് നിന്നെ കാണാൻ വേണ്ടി ഇവിടുന്ന് ഇറങ്ങി വരിക? വാതിൽക്കലൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. അങ്ങനെ പറ്റുന്ന കാര്യമാണോ ഇത്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ അവിടെ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അനു എന്നെ കാണും. എനിക്ക് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. നിനക്ക് എന്താണ് അവളോട് ഇപ്പൊ സംസാരിക്കാനുള്ളത്? പറയാനുള്ള കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞതല്ലേ. ഇളയമ്മ പേടിക്കണ്ട. ഇളയമ്മ കരുതുന്നത് പോലെ ഞാൻ അത്ര ഭീകരനൊന്നുമല്ല. അവൾ എന്നെ ചതിച്ചതാണ്. അതിന് പ്രതികാരം ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കഴിയും. പക്ഷേ ഇന്ന് രാത്രിയിൽ എനിക്ക് അവസാനമായിട്ട് അവളോടൊന്ന് സംസാരിക്കണം. കൂടുതൽ കാര്യങ്ങൾക്കൊന്നുമല്ല, അവൾ എന്നോട് ആത്മാർത്ഥമായി മാപ്പ് പറയണം. അത്രമാത്രമേ ഈ അലോക് ആഗ്രഹിക്കുന്നുള്ളൂ. അതിനുള്ള അർഹത എനിക്ക് ഉണ്ട് ഇളയമ്മേ. അതുകൊണ്ട് ഇളയമ്മ തീർച്ചയായിട്ടും അവളോട് സംസാരിക്കണം. ഇന്ന് രാത്രിയിൽ തന്നെ എനിക്ക് അവളെ കാണണം. ഇത് പറഞ്ഞ് അലോക് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഉടൻ തന്നെ അവർ അനുവിന്റെ മുറിയിലേക്ക് ചെന്നിട്ട് അലോക് പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനു ചോദിക്കുന്നുണ്ട്, എന്ത് സംസാരിക്കാനാണ് അവൻ എന്നോട്? ഫോണിൽ സംസാരിക്കാമല്ലോ. ഈ രാത്രിയിൽ അവൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലണമെന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മോളെ, ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനമായി കേൾക്ക്. അവനോട് ഞാൻ കുറേ സമയം സംസാരിച്ചു. അവൻ പറയുന്നത് നീ അവന്റെ മുഖത്ത് നോക്കി അവനോട് മാപ്പ് പറയണം. ആ ഒരു മാപ്പ് കേൾക്കാനുള്ള അർഹത അവനുണ്ട് അത്രേ. അതുകൊണ്ട് നാളെ നിന്റെ കല്യാണമാണ്. ഇന്ന് രാത്രിയിൽ ഈ പ്രശ്നം ഒരു മാപ്പ് പറച്ചിൽ കൂടി തീരുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവായി പോകുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് മോൾ അവനെ കാണുകയും ഇന്ന് രാത്രിയിൽ ഒരു വാക്കിൽ അവനോട് മാപ്പങ്ങ് പറയുകയും ചെയ്തേക്ക്. ഇല്ലെങ്കിൽ അറിയാലോ, കുറെ ഫോട്ടോസൊക്കെ അവൻ അയച്ചു തന്നതാണ്. നാളെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഇത് കേട്ടുകൊണ്ട് ഉടൻ തന്നെ അനു തന്റെ ഫോൺ ഓൺ ചെയ്ത് അലോകിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അലോക് പറയുകയാണ്, ഇളയമ്മയോട് എല്ലാ കാര്യവും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിന്നെ എനിക്ക് ഈ രാത്രിയിൽ തന്നെ കാണണം. അല്പനിമിഷം എനിക്ക് നിന്നോട് സംസാരിക്കണം.
നാളെ നിന്റെ കല്യാണമല്ലേ, പിന്നെ നിന്നെ എനിക്ക് കാണാനും സംസാരിക്കാനും പറ്റില്ലല്ലോ. നീ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ പോയി ജീവിച്ചോളൂ. എന്നാൽ ഇന്ന് രാത്രിയിൽ നീ ആത്മാർത്ഥമായി എന്നോടൊന്ന് മാപ്പ് പറയണം. നീ എന്നെ ചതിച്ചതാണ്. അതിനുള്ള മാപ്പ് തീർച്ചയായിട്ടും എൻ്റെ മുഖത്ത് നോക്കി നീ പറഞ്ഞേ മതിയാവൂ. എനിക്കത് കേൾക്കണം. ഇല്ല എങ്കിൽ ആ ഫോട്ടോസൊക്കെ നാളെ ഈ അങ്ങാടി മുഴുവനും പ്രചരിക്കും. അപ്പോൾ അനു പറയുന്നുണ്ട്, എടാ നിനക്ക് എന്തിൻ്റെ കേടാണിത്? നീയും ഞാനും തമ്മിൽ ഒരുമിച്ച് ഫോട്ടോ എടുത്തിട്ടില്ല. ആ ഫോട്ടോ നീ ആരെയോ കൊണ്ട് മോർഫ് ചെയ്ത് എനിക്ക് അയച്ചു തന്നതാണ്. അത് നിനക്കും അറിയാം, എനിക്കും നന്നായിട്ടറിയാം. പിന്നെ നീ എന്നെയാണ് ചതിച്ചത്, ഞാൻ നിന്നെ ഒരിക്കലും ചതിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഞാൻ നിന്നോട് മാപ്പ് പറയുന്നത്? ശരി, നീ മാപ്പ് പറയണ്ട, നിനക്ക് നിന്റെ ഇഷ്ടം. നീ ഫോൺ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് കിടന്നുറങ്ങിക്കോളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നേരം വെളുക്കുമ്പോൾ വഴിയെ നമുക്ക് കാണാം. ഇത് പറഞ്ഞിട്ട് അലോക് ഫോൺ കട്ട് ചെയ്യുകയാണ്. അനുവിനാണെങ്കിൽ വെപ്രാളവും പരവേശവും വർദ്ധിക്കുവാൻ തുടങ്ങി. അപ്പോൾ അമ്മായി അടുത്ത് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ നീ അതങ്ങ് ചെയ്യ്. ഇന്ന് രാത്രിയിൽ ആ ചെക്കൻ വെളവും ബോധവും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയാൽ നാളെ അതെല്ലാവർക്കും നാണക്കേടാവും. അതുകൊണ്ട് ഈ രാത്രിയിൽ അതിങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകുന്നെങ്കിൽ അങ്ങ് പോട്ടേന്ന് വെക്ക്. മോൾ അവനെ ഒന്നുകൂടെ വിളിച്ചിട്ട് അവനോട് സംസാരിക്ക്, വരാമെന്ന് പറ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ വീണ്ടും അനു അലോകിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അലോക് ഫോൺ എടുക്കുമ്പോൾ അനു പറയുന്നുണ്ട്, ഞാൻ വരാം. എവിടേക്കാണ് വരേണ്ടത്? നീ പുറത്തിറങ്ങിയിട്ട് മതിലിന്റെ അരികിലേക്ക് വരുമോ? അപ്പോൾ അലോക്, മതിലിന്റെ അരികിലൊന്നും വരാൻ പറ്റില്ല. ഞാൻ നമ്മുടെ ഇടവഴിയുടെ അങ്ങേ തലക്കലുണ്ടാവും. നീ അവിടേക്ക് വരണം. ആരും കാണാതെ അവിടേക്ക് വരണം. അവിടെ വെച്ച് നീ എന്നോട് സംസാരിക്കണം, 5 മിനിറ്റത്തേക്ക് മാത്രം. അതിനുശേഷം നിനക്ക് നിന്റെ വഴിക്ക് പോകാം. പിന്നെ ഞാൻ നിന്നെ ശല്യം ചെയ്യാൻ വരില്ല. അപ്പോൾ നമുക്ക് അവിടെ കാണാം. ഇത് പറഞ്ഞ് അലോക് ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് അനു പറയുന്നുണ്ട്, അമ്മായി എനിക്ക് ആകെ പേടിയാവുകയാണ്. ഇവിടെ എല്ലാ ആൾക്കാരും ഉണ്ടല്ലോ, പുറത്തും ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടി എനിക്ക് എങ്ങനെയാണ് ഇറങ്ങി പുറത്തേക്ക് പോകാൻ പറ്റുന്നത്? എങ്ങനെയാണ് അവനെ കാണാൻ പറ്റുന്നത്? മോളെ അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. പുറത്തേക്ക് വാ. അതിനുശേഷം അച്ഛനും അമ്മയും വാതിക്കലുണ്ടെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കാം. അത്യാവശ്യം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് പോന്നാൽ മതി. ഇത് പറഞ്ഞ് അനുവിനെയും കൂട്ടിക്കൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഗോമതിയും ബാലനും വാതിക്കലുണ്ട്. ഗോമതി ചോദിക്കുന്നുണ്ട്, ആഹാ മോള് കിടന്നില്ലേ? നാളെ അതിരാവിലെ എഴുന്നേൽക്കേണ്ടതാണ്. ഇന്ന് രാത്രിയിൽ ഇപ്പോഴെങ്കിലും കിടന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഉറക്കച്ചടവൊക്കെ മുഖത്ത് കാണും. കണ്ണും മുഖവും ഒക്കെ വീങ്ങിയിരിക്കും. അതുകൊണ്ട് മോള് പോയി കിടന്നുറങ്ങും. അപ്പോൾ ധർമ്മന്റെ ഭാര്യ പറയുന്നുണ്ട്, അനു ഉറങ്ങാൻ വേണ്ടി കിടന്നതാണ് ചേച്ചി. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അല്പനിമിഷം മിറ്റത്തിരിക്കാം എന്ന് പറഞ്ഞ് എന്നെയും വിളിച്ചുകൊണ്ട് ഇറങ്ങിയതാണ്. ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നോളാം. ഇത് പറഞ്ഞ് അനുവുമായിട്ട് പുറത്തേക്ക് പോവുകയാണ്. പുറത്തു ചെല്ലുമ്പോൾ ധർമ്മൻ അവിടെയുണ്ട്. 1-2 ആൾക്കാരുമായിട്ട് അദ്ദേഹം അവിടെ എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രണ്ടാളെയും കൂടെ കണ്ടപ്പോഴേക്കും ധർമ്മൻ ചോദിക്കുന്നുണ്ട്, ആഹാ ഇത്രയും സമയമായിട്ടും നിങ്ങൾ കിടന്നില്ലേ? എന്തുപറ്റി? എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ ധർമ്മനോട് ഭാര്യ പറയുകയാണ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. മോൾക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അല്പസമയം ഇവിടെ എങ്ങനെ ഇരിക്കാന്ന് കണ്ട് പുറത്തേക്കൊന്ന് ഇറങ്ങി വന്നതാണ്. ഏട്ടനകത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് ധർമ്മനെ പുരയ്ക്കകത്തേക്ക് പറഞ്ഞു വിടുകയാണ്. തുടർന്ന് പെട്ടെന്ന് തന്നെ അലോകിന്റെ അടുക്കിലേക്ക് അനുവിനെ അവർ പറഞ്ഞു വിടുന്നു. അനു വല്ലാത്ത പരിഭ്രമത്തോടുകൂടി അലോകിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അലോക് ആ സമയത്ത് വഴിയുടെ അങ്ങേ തലക്കൽ അനുവിനെ കാത്തു നിൽക്കുകയാണ്. അനുവിനെ കണ്ടപ്പോൾ തന്നെ അലോക് പറയുന്നുണ്ട്, ആഹാ നീ വന്നു അല്ലേ? ഞാൻ കരുതി നീ വരില്ലായിരിക്കുമെന്ന്. പ്രത്യേകിച്ച് രാത്രി കൂടിയല്ലേ, ഇത്ര ദൂരം നടന്നു വരില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു 10 മിനിറ്റ് കൂടി നീ വരാതിരുന്നിരുന്നെങ്കിൽ ഈ ഫോട്ടോ നിന്റെ അച്ഛൻ്റെയും ഏട്ടന്മാരുടെയും ഫോണിലേക്കും പിന്നെ നിന്നെ കെട്ടാൻ പോകുന്നവന്റെ ഫോണിലേക്കും ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. അവൻ്റെയൊക്കെ നമ്പർ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടടി. നിന്നോട് എനിക്ക് വിശദമായിട്ടൊന്ന് സംസാരിക്കണം. അപ്പോൾ അനു ചോദിക്കുകയാണ്, ഞാൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ വിളിച്ചേ? ഞാൻ മാപ്പ് പറയാം, പറഞ്ഞിട്ട് ഞാൻ പോകാം. അല്ല, ഞാനിപ്പോൾ മാപ്പ് പറയേണ്ട ആവശ്യം എന്താണ്? എന്റെ പിറകിന് നടന്ന് സത്യസന്ധനായി എന്റെ മുൻപിൽ അഭിനയിച്ച് എന്നെ നിങ്ങൾ കുഴിയിൽ ചാടിക്കുകയായിരുന്നു. ഇപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ നിങ്ങളെ ഒരു രീതിയിലും ചതിച്ചിട്ടില്ല. പിന്നെന്തിനാണ് ഞാൻ മാപ്പ് പറയുന്നത്? എന്തിനാ മാപ്പ് പറയുന്നതെന്നോ? നീ എനിക്ക് ആശ തന്നവളാണ്. എനിക്ക് ആശ നൽകി, എനിക്ക് ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നൽകിയിട്ട് നാളെ നീ കല്യാണം കഴിച്ച് വേറൊരുത്തൻ്റെ കൂടെ പോകാൻ പോവല്ലേ? കുറഞ്ഞ പക്ഷം നിന്റെ വായിൽ നിന്ന് മാപ്പെന്നൊരു വാക്കെങ്കിലും കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിൽ മാത്രമേ എനിക്ക് അല്പമെങ്കിലും സമാധാനമായിരിക്കാൻ കഴിയൂ. അതുകൊണ്ട് നീ അതങ്ങ് പറഞ്ഞേക്ക്. ശരിയാണ്, ഞാൻ മാപ്പ് പറഞ്ഞേ പറ്റൂ. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും വാക്ക് കേൾക്കാതെ എൻ്റെ തന്നിഷ്ടപ്രകാരം നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് വാക്ക് നൽകുകയും ചെയ്തത് അത് എൻ്റെ ഭാഗത്തെ ഏറ്റവും വലിയ തെറ്റാണ്. അതിന് ഞാൻ മാപ്പ് പറയേണ്ടത് എൻ്റെ അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടുമാണ്. പക്ഷേ ഇന്ന് രാത്രിയിൽ ഞാൻ കാണിച്ച അവിവേകത്തിന് നിന്നോട് ഞാൻ മാപ്പ് പറയുകയാണ്. ഇവിടെ വെച്ച് നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കുന്നു. ഇനി എന്നെ ശല്യം ചെയ്യാൻ വരരുത്. ഇത് പറഞ്ഞ് അനു പിറകിലേക്ക് നടക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് അലോക് കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അവിടെ ഒന്ന് നിൽക്കടി, അങ്ങനെ അങ്ങ് പോയാലോ? അലോക് കണ്ടിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ ഇതുവരെ നടന്നിട്ടുണ്ട്. അലോക് എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ അലോക് നേടിയിട്ടുമുണ്ട്. നിന്നെ ഞാൻ ആഗ്രഹിച്ചു, നിന്നെ ഞാൻ നേടുകയും ചെയ്യും.
നീ എന്താ കരുതിയത്? നിന്റെ വായിൽ നിന്ന് മാപ്പ് തരണം എന്ന് പറയുന്ന ഒരു ക്ഷമാപണം കേൾക്കുമ്പോഴേക്കും അലോക് അന്നാ പൊയ്ക്കോന്ന് പറഞ്ഞ് നിന്നെ തിരിച്ചുവിടുമെന്നാണോ? നാളെ നിന്റെ കല്യാണം നടക്കില്ല. നിന്റെ കഴുത്തിൽ ഒരുത്തൻ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും. പെട്ടെന്ന് അനു അലോകിനോട് നിന്റെ സ്വപ്നം ഒരിക്കലും നടക്കില്ലടാ. എന്റെ ഏട്ടന്മാരും അച്ഛനും അവർ ഈ കാര്യം അറിഞ്ഞാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും കുളം തോണ്ടിയിട്ടേ അവരടങ്ങുള്ളൂ. നിന്റെ മോഹം ഒരിക്കലും നടക്കില്ല, വിടറ എന്നെ എന്ന് പറഞ്ഞ് അലോകിന്റെ കയ്യിൽ നിന്നും കുതറി അനു പിൻപിലേക്ക് ഓടുകയാണ്. ഈ സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഒരു കാറ് അനുവിന്റെ നേരെ വരുന്നു. ഓടി വരുന്ന അനുവിനെ കണ്ടുകൊണ്ട് ആ കാറ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുകയാണ്. അതിൽ നിന്നും 2-3 ചെറുപ്പക്കാർ ചാടി പുറത്തേക്ക് ഇറങ്ങുന്നു. അവരെ കണ്ടുകൊണ്ട് അനു പറയുന്നുണ്ട്, ചേട്ടാ എന്നെ ഒന്ന് രക്ഷിക്കണം, എന്നെ ഒരുത്തൻ ഉപദ്രവിക്കുവാൻ വരുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് അനു പിറകിലേക്ക് കൈ ചൂണ്ടി ദേ ഇവനാണവൻ എന്ന് പറഞ്ഞ് അലോകിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഉടൻ തന്നെ ഈ ചെറുപ്പക്കാർ അലോകിനോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഡാ നീ ആരാണ്? നീ എവിടുന്നാ വരുന്നത്? എന്തിനാടാ ഈ പെൺകുട്ടിയെ നീ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്? ഇത് കേട്ടുകൊണ്ട് അലോക് അങ്ങ് പൊട്ടിച്ചിരിക്കുന്നു. അലോക് ചിരിക്കുവാൻ തുടങ്ങിയപ്പോൾ അവർ മൂവരും കൂടി തട്ടഹസിക്കുകയാണ്. അതുകൂടി കണ്ടപ്പോഴാണ് അനുവിന് മനസ്സിലാകുന്നത് ഇത് ട്രാപ്പായിരുന്നു എന്ന്. ഇവർ 4 പേരും കൂടി അനുവിനെ ബലാത്കാരമായ ആ കാറിനുള്ളിലേക്ക് പിടിച്ചു കയറ്റിക്കൊണ്ടു പോവുകയും ആളൊഴിഞ്ഞ ഒരു പഴയ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഒരു കയറുകൊണ്ട് അനുവിന്റെ കൈയും കാലും കെട്ടി ഒരു മുറിക്കുള്ളിൽ അനുവിനെ പൂട്ടിയിടുകയാണ്. ആ രാത്രി വെളുക്കോളും അനു ആ ആളൊഴിഞ്ഞ കെട്ടിടത്തിനകത്താണ്. തുടർന്ന് കാണിക്കുന്നത് ദേവമംഗലത്തിലെ കാഴ്ചകളാണ്. ധർമ്മന്റെ ഭാര്യ അനു മടങ്ങി വരേണ്ട സമയം കഴിഞ്ഞിട്ടും വരാതെ ആയപ്പോഴേക്കും വല്ലാത്ത പരിഭ്രാന്തിയിലായി. പെട്ടെന്ന് താൻ ഫോൺ എടുത്ത് അനുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ അനുവിന്റെ ഫോൺ തന്റെ കിടക്കയിൽ തന്നെ റിങ് ചെയ്യുന്നു. അതെ, അനു ഫോൺ എടുക്കാതെയാണ് പോയിരിക്കുന്നത്. പിന്നീട് അവർ അലോകിന്റെ ഫോണിലേക്കാണ് വിളിക്കുന്നത്. പല ആവർത്തി അലോകിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടും അയാൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അവരാകെപ്പാടെ പരിഭ്രാന്തിയിലായി. അനുവിന് എന്ത് സംഭവിച്ചുവെന്ന് ദേവമംഗലത്ത് ആരും അറിയുന്നില്ല. അനു നല്ല ഉറക്കത്തിലായിരിക്കും എന്ന് കരുതി ആ മുറിക്കകത്തേക്ക് ആരും പോകുന്നുമില്ല. നാളത്തെ വിവാഹത്തിന് വേണ്ടി പാതിരാത്രി കഴിഞ്ഞിട്ടും ദേവമംഗലത്ത് ഒരുക്കങ്ങൾ നടക്കുകയാണ്. എന്നാൽ അലോകിന്റെ കരങ്ങളിൽപ്പെട്ട അനു രക്ഷപ്പെടുവാൻ കഴിയാതെ കരഞ്ഞു നിലവിളിച്ച് ഭയപരവശയായി ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ ആകെ തകർന്ന അവസ്ഥയിലായിരിക്കുകയാണ്. അനു കാട് കയറി ചിന്തിക്കുകയാണ്, എന്തൊക്കെയായിരിക്കും ഈശ്വര ഇനി സംഭവിക്കാൻ പോകുന്നത്? ഈ രാത്രിയിൽ ഈ ക്രൂരൻ എന്നെ പിച്ചു ചീന്തുമോ? ഇവിടുന്ന് ആരെങ്കിലും രക്ഷിക്കുവാൻ വരുമോ? വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമോ ഞാൻ അവിടെ ഇല്ല എന്നുള്ള കാര്യം? എന്തൊക്കെയായിരിക്കും രാവിലെ സംഭവിക്കുന്നത്? വിവാഹത്തിനു വേണ്ടി എല്ലാവരും എത്തുമ്പോൾ പെണ്ണിനെ അവിടെ കാണുന്നില്ല എങ്കിൽ അയ്യോ, എന്റെ അച്ഛനും ഏട്ടന്മാരും അവർ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരില്ലേ? എന്റെ അച്ഛൻ പിന്നെ ജീവിച്ചിരിക്കുമോ? അനു അലോകിന്റെ മുൻപിൽ കൈകൾ കൂപ്പി യാചിക്കുകയാണ്. അനുവിന്റെ കവിളിൽ കൂടി കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് അലോക്. അലോക് പറയുകയാണ്, എടീ കണക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് പിൻപിൽ മുതലുള്ള കണക്കുകൾ പറയണം. കാലങ്ങളായി കാത്തിരിക്കുകയായിരുന്നു ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി. ഇന്ന് രാത്രിയിലാണ് അതെനിക്ക് ഒത്തുകിട്ടിയത്. ഇവിടുന്ന് നീ രക്ഷപ്പെടില്ല. ദേവമംഗലത്തുള്ള മുഴുവൻ ആൾക്കാരും ഇളകി വന്നാലും നീ ഇവിടുന്ന് രക്ഷപ്പെടില്ല. നീ എവിടെയാണെന്ന് അവർക്കറിയുകയുമില്ല. ഇന്നു മുതൽ നീ എന്റെ പെണ്ണാണ്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കും. ഇത് പറഞ്ഞ് അലോക് പൊട്ടിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? അടുത്ത ദിവസത്തിൽ വിവാഹത്തിനു വേണ്ടി വരനും കൂട്ടരും എത്തുമ്പോൾ ദേവമംഗലത്ത് എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും സംഭവിക്കാൻ പോവുക? ബാലനും കുടുംബവും ഇത് എങ്ങനെ താങ്ങും? എല്ലാ കാര്യങ്ങളും അറിയുവാൻ വീണ്ടും നമുക്ക് കാത്തിരിക്കാം. സസ്പെൻസ് ഉളവാക്കുന്ന ആ രംഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും എത്താം.